ഹോട്ടലിൽ കയറുമ്പോഴേക്കും കൈ പിടിച്ചിട്ട് മുഖത്തോട്ട് നോക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി. അയ്യോ പുള്ളിയുടെ റിയാക്ഷൻ കാണാമല്ലോ. അത് കുറെ നാളുകൾക്ക് ശേഷം പുള്ളിയുടെ ഫേസ് അങ്ങനെ കാണും. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ആളിങ്ങനെ കടലിൽ ചാടാന്ന് പറയുന്നത്. അതും പ്ലാൻ അല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് ആളോട് ഞാനും ചാടിക്കോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് പറയാൻ പറ്റത്തില്ല, ചാടിക്കോളാൻ പറയാൻ പറ്റും. ഞാൻ ഈ ക്യാപ്റ്റനോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു അയ്യോ അങ്ങനെ ചാടാൻ പറ്റത്തില്ല, അത് ഡേഞ്ചറാ, ഇവിടെ ഇത്രയും താഴ്ചയുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ 27th യൂസ് പോവാം. ഫ്ലൈയിങ് പാൻ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു മോസ്റ്റ് ഡേഞ്ചറസ് ഹോട്ടൽസ് ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് സ്റ്റേ ചെയ്ത് 3 ദിവസം ഓരോ ടൈപ്പ് മീനിനെ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഫിഷിംഗ് ഫ്രിക്സിൽ ആദ്യമായിട്ട് കാണുന്നത് വീഡിയോ ഹരിക്കുട്ടിന് സമ്മാനം നൽകുന്ന ഒരു മീനുകുളവും പട്ടിക്കുട്ടിയൊക്കെയാണ്. ഇപ്പം ഹരിക്കുട്ടിന് എവിടെയാണ്? അവരിവിടുന്ന് വീട് മാറിപ്പോയി ആക്ച്വലി. അതായത് അവർ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അവരുണ്ടാകുന്ന സമയം തൊട്ട് എവിടെയാണ് എൻ്റെ ആ കുഞ്ഞിലത്തെ ഫോട്ടോസ് ഇട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ ആൾ കഴിഞ്ഞപ്പോഴേക്കും അവർ വീട് സ്ഥലം മേടിച്ചു മാറി. പിന്നെ ആൾ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പൈസ എന്ന് പറയുന്ന സാധനം എന്നെ ഒരിക്കലും ഹാപ്പി ആകത്തില്ല. നമുക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. സത്യം. ഇപ്പം എങ്ങനെയാ സെബിൻ ഏറ്റവും ഹാപ്പി ഉള്ളൊരു മൊമെന്റിലൂടെയാണോ കടന്നു പോകുന്നത്? അല്ല, ഇപ്പം കുറച്ച് സ്ട്രെസ്സും ഒക്കെ ഉള്ള സമയമാണ്, ടു ബി ഫ്രാങ്ക്. കാരണം നമുക്കൊരു IT റൈഡൊക്കെ വന്നായിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സമയത്തൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ ഫിഷിംഗ് ഫ്രീക്സ് ആണ്, അതിനെ മറികടക്കാൻ വേറൊരു ചാനൽ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. എൻ്റെ ഫാമിലിയാണ് എൻ്റെ സപ്പോർട്ട്. എൻ്റെ വൈഫ്, ഞാൻ പറഞ്ഞില്ല, അവൾ നേഴ്സായിരുന്നു. അപ്പോൾ അവളിപ്പോൾ ആക്ച്വലി റിസൈൻ ചെയ്തു. എനിക്ക് കിട്ടുന്ന റവന്യൂൻ്റെ ഒരു 90% ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന മൊമെന്റ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് സൈഡിൽ 0 ആയിരിക്കും. നമ്മുടെ മാസം എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരവും ചിലവൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. പപ്പയും അമ്മയും ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ഇനി അങ്ങോട്ടുള്ള സ്ട്രഗിൾ ഞങ്ങൾക്കാണ്. അപ്പോൾ അവരെ മാക്സിമം ഹാപ്പി ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതാണ് ഈ 3 പേരും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യുന്നതിനകത്ത് കിട്ടുന്നൊരു സന്തോഷം. ഞാൻ 20-25 ഇയേഴ്സും കൂടെ ഒക്കെ ഹെൽത്തി ആയിട്ടൊക്കെ ജീവിക്കും. അപ്പോൾ അത്രയും നാൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. പക്ഷെ അങ്ങനെ ചെയ്യാൻ കിട്ടുന്ന ആൾക്കാർ ഭയങ്കര ലക്കിയാണ്. സത്യം. MSc പാസ്സായിട്ടുള്ള ഒരാൾ വിദേശത്തേക്ക് പോകുന്നുള്ള ഒരു ഡിലേ ടൈമിലൊന്ന് ചൂണ്ടയിടാൻ പോവാണ്. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിയുകയാണ്. ഫിഷിംഗ് ഫ്രീക്സിന്റെ ജനനം അവിടെ നിന്നായിരുന്നു. സെബിൻ, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. ഡിജിറ്റൽ മീഡിയയിൽ ഇത്രയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മീഡിയക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കാത്തത്? അത് എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുറമെ അറിയില്ലെങ്കിൽ. അതെ, ഇൻട്രോവേർട്ട് ഇൻ സെൻസ് ഞാൻ എൻ്റെ ഒരു സർക്കിളിലാണ് ഏറ്റവും കംഫർട്ടബിൾ. എനിക്ക് എന്നും കൊച്ചിലെ തൊട്ടൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സാണ് ഉള്ളത്. അപ്പം ഇവൻ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാലും എൻ്റെ വീഡിയോയ്ക്കുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൾക്കാരെ അങ്ങനെ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ളൊരു മടി കൊണ്ടാണ് ആക്ച്വലി കൊടുക്കാത്തത്. ഈ ഒരു വിദേശത്തേക്ക് പോകുന്നതിനുള്ള ഒരു ബ്രേക്ക് ആണല്ലോ ലൈഫ് മാറ്റിമറിച്ചെന്ന് പറഞ്ഞത്. ശരിക്കും അങ്ങനെ ഒരു ടൈം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെയായിരിക്കും സെബിൻ ഉണ്ടാവുക? എന്ത് ചെയ്യായിരിക്കും? ഞാൻ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമായിരിക്കും മോസ്റ്റ്ലി. കാരണം എനിക്ക് MSc ഞാൻ ചെയ്ത ഇലക്ട്രോണിക്സിലാണ്. അപ്പം എനിക്ക് കൺട്രോൾ സിസ്റ്റംസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതിൽ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാനഡയ്ക്ക് പോകാനായിട്ട് ഞാൻ IELTS ക്ലിയർ ചെയ്ത് ആ ഒരു ഗ്യാപ്പ് വന്നപ്പോഴാണ് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നത്. അപ്പം ഇതില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരിക്കും. ഒരു ഹാർഡ് വർക്കിംഗ് എംപ്ലോയി ആയിരിക്കും ഞാൻ. ഇപ്പൊ നേരത്തെ സംസാരിക്കുമ്പോൾ പോലും വിദേശത്തിനെ കുറിച്ചും അവിടുത്തെ രണ്ടാമത് ചോദിച്ചത് അവിടെ ഫിഷിംഗ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ലേ എന്നാണ്. അപ്പം ഇഷ്ടപ്പെട്ട ആഗ്രഹം വിദേശത്ത് പോകണമെന്നുണ്ടായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അതേസമയം ഇപ്പത്തെ പാഷൻ പോലെ തന്നെ അവിടെ ഫിഷിംഗും ചെയ്യാലോ എന്ന് ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ കേൾക്കുന്ന ആൾക്കൊരു ഒരു ക്യൂരിയോസിറ്റി വരുമല്ലോ, ഇതിൽ ഏതാണ് ശരിക്കുള്ള ഒരു ഇഷ്ടം? നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കോർപ്പറേറ്റ് ജോലി ആയിരിക്കും ചെയ്യുന്നതെന്ന്. അത് ചെയ്താലും ഞാൻ സൈഡായിട്ട് ഫിഷിങ്ങിന് പോകും. അത് നമ്മുടെ ഒരു മെയിൻ ഹോബിയാണ്. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകണ്ട, ഇതാണ് നമ്മുടെ ജോലി. പാഷനാണ് പ്രൊഫഷൻ. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കര. അപ്പം ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയ ആളല്ല. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചുമ്മാ എനിക്ക് മെമ്മറബിൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ എടുത്ത് അത് എൻ്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ എനിക്ക് പിന്നെ കാണാലോ എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്ത ആളാണ് ഞാൻ. അതിൽ നിന്നാണ് ആക്ച്വലി ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ പിന്നീട് ഉണ്ടായത്. എല്ലാവരും നോക്കുമ്പോഴേക്കും ഇഷ്ടംപോലെ വണ്ടികൾ, ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടോ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റർ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. പൈസ എന്ന് പറയുന്ന സാധനം എനിക്ക് ഒരിക്കലും, നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ ഞാൻ ചുമ്മാ പറയുന്നത് വിചാരിക്കും. പൈസ എന്ന് പറയുന്ന സാധനം എന്നെ ഒരിക്കലും ഹാപ്പി ആകത്തില്ല ഒരു രീതിയിലും. പിന്നെന്താണ് എൻ്റെ മൊമെന്റ്സ് ആണ് എനിക്ക് ഭയങ്കര. പക്ഷേ മൊമെന്റ്സിന് പൈസ വേണം കേട്ടോ. എനിക്ക് ആ ഒരു മൊമെന്റ് ഇല്ലെങ്കിൽ ഇതുകൊണ്ട് സത്യം പറയില്ല. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് സമാധാനത്തോടെ ഇരിക്കുമ്പം
നമുക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. സത്യം. അത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാനത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളൂ. ഇപ്പം ഒത്തിരി ആളുകളുടെ ആഗ്രഹമാണ് UK അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. എനിക്കത് വളരെ ഈസി ആയിരുന്നു. കാരണം എൻ്റെ വൈഫ് അവിടുത്തെ നേഴ്സായിരുന്നു, രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ജോലി കിട്ടും. നമുക്കൊരു 5 വർഷത്തിനുള്ളിൽ PR ആകും, 2 വർഷത്തിനുള്ളിൽ സിറ്റിസൺ ആകും. പക്ഷെ അവിടെ വീട്ടിലിരിക്കുന്ന അവസ്ഥ എനിക്ക് കാരണം നമ്മളവിടെ സന്തോഷത്തോടെയല്ല ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ് കിട്ടിയാലും ഞാൻ ചെയ്യുന്നതൊന്നും അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത്രയും നാളെ ചെയ്ത ഫിഷിങ്ങില് മറക്കാൻ പറ്റാത്തൊരു ഫിഷിംഗ്, മറക്കാൻ പറ്റാത്തൊരു ഫിഷിൻ്റെ എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫിഷിംഗ് എക്സ്പീരിയൻസ് 2 എണ്ണമാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന്, നമ്മൾ ആമസോൺ ഫോറസ്റ്റിൽ മീൻ പിടിക്കാൻ പോയിരുന്നു. അതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ട് ഞാനിവിടെ കോഴിക്കോട് എന്നൊരു സ്ഥലത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയിരുന്നു. എന്തായിരുന്നു? കോഴിക്കോട് ഒരു ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ബോട്ടുണ്ട്, ബോട്ടിൽ പോയിട്ട് നമുക്ക് കടലിൽ പോയി മീൻ പിടിക്കാം. ഒരു 3 hours ജേർണി വൺ സൈഡ്, 3 hours നമ്മൾ തിരിച്ചു വരും. ഓക്കെ, ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും കൂടി ഈ ബോട്ടിൽ കയറി പോവാണ്. അപ്പോൾ ചെന്നപ്പോഴേക്കും ബോട്ടിൻ്റെ വലുപ്പം കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് ഏകദേശം ഒരു കിളി പോയി. കാര്യം വെച്ചാൽ ഞങ്ങൾ ഇത്രയും നാള് പോയ ടൈപ്പ് ഒരു ബോട്ടല്ല. ആ ബോട്ടിനൊരു ഹാർഡ്ലി ഇത്രയും വീതി കാണും. ഒരാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഒരു 15-17 ഫൂട്ട് നീളം കാണും. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല, 3 മണിക്കൂറല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് കടലിൽ പോയി. എന്നിട്ട് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് ഭയങ്കര റോളിംഗ് ആയി. റോളിംഗ് എന്താണെന്ന് അറിയാം, ഭയങ്കരമായിട്ട് ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വലയും. അപ്പം 3 days ആണ് ഈ ബോട്ടിൽ ഞങ്ങൾ 3 ദിവസം പോയിട്ട് നമ്മൾ തിരിച്ചു വരുമല്ല. 3 ദിവസം ഈ ബോട്ടിൽ തന്നെ നമ്മൾ കടലിന്റെ നടുക്ക് കിടക്കുവാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ആദ്യത്തെ ദിവസമായപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച്, 2ാമത്തെ ദിവസമായപ്പോഴേക്കും ഭക്ഷണമൊന്നും കഴിക്കാൻ നമുക്ക് വയ്യ. കാരണം ബോട്ട് അതുപോലെ കിടന്ന റോളിംഗ് ആണ്. 2ാമത്തെ ദിവസം രാത്രി ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് കാറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര വിൻഡ്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിൻഡ് വാർണിംഗ് വന്നിട്ട് ഭയങ്കരമായിട്ട് കാറ്റ് വന്നു. കാറ്റ് വന്നിട്ട് ഈ ബോട്ട് ഒരു രീതിയിലും നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ ഓർത്ത് കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ 3ാമത്തെ ദിവസം ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും ഈ 3 മണിക്കൂറുള്ള യാത്ര ഞങ്ങൾ എടുത്തത് 11 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ കടലിൽ നിന്ന് തിരിച്ച് കരയ്ക്ക് വരുന്നത്. അതായത് നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂർ പോകാനുള്ള സമയം ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ. അപ്പോൾ ഈ 11 മണിക്കൂർ ഈ 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. 2 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പം 3ാമത്തെ ദിവസം തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഉറക്കം നമ്മളിങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമല്ലോ. നമ്മൾ ഒന്ന് കണ്ണടച്ച് വരുമ്പോഴേക്കും മറ്റേ ബോട്ടിന്റെ ഫ്രണ്ട് പോയി വെള്ളത്തിൽ കുത്തിയിട്ട് ഫുള്ള് വെള്ളം നമ്മുടെ തലവഴി ഒന്ന് വീഴും. രാത്രിയിൽ ഇത് സംഭവിക്കുന്ന രാത്രിയില്ല, നമുക്കൊന്നും കാണത്തില്ല. ഫിഷ് ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒന്നും കാണത്തില്ല. നമ്മുടെ ഫോണൊക്കെ ഉപ്പുവെള്ളം കയറാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങോട്ടുള്ള യാത്ര നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഇവിടെ ചോദിക്കാം, നമ്മൾ കരയ്ക്കെത്തിയോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവർ പറയും ഇല്ല, ഇപ്പോൾ നമ്മൾ 11 മണിക്കൂറാണ് നമ്മൾ തിരിച്ചെത്തി. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് അവിടെ പോയിട്ടൊരു പുള്ളിയുടെ വീട്ടിൽ കയറി ഒന്ന് കുളിച്ചു. അപ്പം നമ്മൾ നോർമലായിട്ട് എല്ലാ ദിവസം ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, കുളിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നതാണല്ലോ. പക്ഷെ അതിന് ഇത്രയും ഒരു റിലാക്സേഷൻ ഉണ്ടെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് അന്നാണ്. അതെ. വിശപ്പും ദാഹമൊക്കെ നമ്മൾ അങ്ങനെ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ എത്രയും ഫ്രഷ് ആകും എന്ന് നമ്മൾ അന്ന് റിയലൈസ് ചെയ്യുന്ന അന്നാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയായിരുന്നു. എനിക്കൊന്ന് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വൈറലായത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫിഷിംഗ്, അതെനിക്കത് ന്യൂസ് ചാനലിൽ വൈറലാവുന്നു. ടു ബി ഫ്രാങ്ക്, ആ വീഡിയോ പ്ലാൻഡ് അല്ല. എല്ലാവരും നമ്മുടെ അടുത്ത് ആദ്യം ന്യൂസ് ചാനലെല്ലാം വിളിച്ച് ചോദിച്ചത് പ്ലാൻഡ് ആണോ? അത് പ്ലാൻഡ് അല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരും, അവരെ മീൻ പിടിക്കാൻ കൊണ്ടുപോകണം എന്നാണ് ആദ്യം പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കത് ആരെ വിളിക്കുന്നുള്ളൂ നമുക്കറിയത്തില്ല. പിന്നെ പുള്ളിയുടെ സെക്രട്ടറിയെ വിളിച്ചു, മലയാളിയായിരുന്നു ആള്. അപ്പം ആൾ വിളിച്ചപ്പോഴേക്കും നമുക്ക് ഏകദേശം, പിന്നെ ഒരു ന്യൂസ് ചാനലിൽ നിന്ന് വിളിച്ചു. ന്യൂസ് ചാനലിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ആങ്കർ എന്നെ ഡയറക്റ്റ് വിളിച്ചു. അതായിരുന്നു ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് ഏകദേശം വിശ്വാസമായി. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആളെയായിട്ട് നിങ്ങൾ ഒരു ബോട്ടിൽ പോയിട്ട് മീൻ പിടിക്കണം. അപ്പം എൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ് നമുക്ക് ഈ ആപ്സ് ഇതെടുക്കാനായിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാം. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അവരെ കാണിക്കുകയൊന്നും വേണ്ട. അപ്പം ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മെയിനായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു പറയുമ്പോഴേക്കും നിങ്ങൾ അത് കവർ ചെയ്യണം. അത് ഡയറക്റ്റ് ആയിട്ട് എന്താണെങ്കിലും വീഡിയോയ്ക്ക് അത് മെയിൻ കൗണ്ടന്റ് അതായിരിക്കണം. അപ്പം അങ്ങനെ രാവിലെ ഞാനിപ്പം വീഡിയോഗ്രാഫർ വേണമല്ലോ. അപ്പം ജോബിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവനോട് വിളിച്ചിട്ട് പറയടാ, ഒരാളിങ്ങനെ വരും, നമുക്ക് മീൻ പിടിക്കാൻ പോകണം. ജോബിൻ എടാ വരണോ? ആദ്യത്തെ ചോദ്യം ഇതാ, കടലിൽ പോകുമല്ലേ. അപ്പം ക്യാമറ ഒക്കെ എടുത്തു വെച്ചാൽ അവൻ്റെ ക്യാമറ വെച്ചിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ ഞാൻ പറയാം, നീ എടുക്കണം, നിന്റെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സാധനമായിരിക്കും. പിന്നെ അങ്ങനെ പുള്ളി ഒരു ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ വന്ന് ഞങ്ങളാ കടപ്പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുവാണ്, ആളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പം പുള്ളി വന്ന് ഇറങ്ങുന്നൊരു സീനുണ്ട്, ഇന്നോവയിലാണ് വരുന്നത്. കൂടത്തെ 3 കമാൻഡേഴ്സ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ജോബിന്റെ ഇത് പോയി. ജോബിൻ എന്നെ ചെയ്യേണ്ട തരത്തില്ല. കാരണം ഒരു ക്യാമറ ഒരു മൈക്കും. രാഹുൽ ഗാന്ധിനെ നമ്മൾ മറ്റേ വേറെ ആരുമില്ല. രാവിലെ 3 മണിക്ക്
ആരുമില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ ആളോട് ഇപ്പോൾ പെട്ടെന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഈ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന ഉള്ള അവസ്ഥ എന്തായിരിക്കും? ജോവിന് ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടയിലോട്ട് കയറുമ്പോൾ ആർക്കും അറിയത്തില്ല, ഇരുട്ടാണല്ലോ. അപ്പം ആ ഒരു സാധനം അത് വീഡിയോക്കകത്ത് വന്നിട്ടില്ല, കാരണം ഞങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ബോട്ടയിലോട്ട് കയറുമ്പോഴേക്കും ഈ ആളെ ഒരു മീൻ പിടിക്കുന്ന ഒരു ചേട്ടനാണ് പിടിച്ച്. അപ്പൊ ആള് കയ്യിലോട്ട് പിടിച്ച്, ഇവരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ വരും, മീൻ പിടി, അവർ ജസ്റ്റ് കടലിൽ കൊണ്ടുപോയി മീൻ പിടിപ്പിക്കണം, ആരാന്ന് പറഞ്ഞിട്ടില്ല. പുള്ളി കയ്യിൽ പിടിച്ചിട്ട് മുഖത്തോട്ട് നോക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി. അയ്യോ, പുള്ളിയുടെ റിയാക്ഷൻ കാണാനല്ലോ, അത് നമുക്ക് അതൊരു പുള്ളിയുടെ, എനിക്ക് തോന്നുന്നത് എന്ത് രസമായിരുന്നു പുള്ളിയുടെ ഫേസ് കാണാനായിട്ട്. പുള്ളി അത്രയും ഹാപ്പി ആയിട്ട് ആ മനുഷ്യൻ, എനിക്ക് തോന്നുന്നത് കുറെ നാളുകൾക്ക് ശേഷം പുള്ളിയുടെ ഫേസ് അങ്ങനെ കാണുന്നത്. ഭയങ്കര ഗ്ലോ പുള്ളിക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി ആളെയായിട്ട് കടലിൽ പോയി. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന, ആളിങ്ങനെ കടലിൽ ചാടാന്ന് പറയുന്നത്. അതും പ്ലാൻ അല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറയുവാണെങ്കിൽ നമ്മൾ അതൊക്കെ അനുസരിച്ചുള്ള ക്യാമറയും ഹെലിക്യാം എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പം ഈ ഒരു വല വലിച്ചു കഴിഞ്ഞിട്ട് വലയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അപ്പൊ ആളിതെല്ലാം, പുള്ളിയുടെ സംഭവം ഞാൻ മനസ്സിലാക്കി, പുള്ളി എല്ലാം ചോദിച്ച് മനസ്സിലാക്കും, ഓരോ കാര്യങ്ങളും എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് പുള്ളി. പക്ഷെ അത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നല്ല. പുള്ളി എൻ്റെ അടുത്ത് വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ ചോദിക്കും, അങ്ങനെ സാധനങ്ങളൊന്നുമല്ല. പുള്ളി ഇതിനെക്കുറിച്ചൊന്നും ബോധമല്ല, പകുതി കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എന്താ അവരിങ്ങനെ നടുക്കോട് ചാടുന്ന ആൾക്കാർ. അപ്പം എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വല വലിച്ചു കഴിയുമ്പോൾ ഈ നടുക്ക് ഗ്യാപ്പ് വരും, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആളെടുത്ത് പറഞ്ഞു അതാണെന്നപ്പോഴേക്കും ആൾ പറഞ്ഞു ഞാനും ചാടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല, ചാടിക്കോളാൻ പറയാൻ പറ്റും. ഞാൻ ഈ ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ അങ്ങനെ ചാടാൻ പറ്റത്തില്ല, അത് ഡേഞ്ചറാ, ഇവിടെ ഇത്രയും താഴ്ചയുണ്ട്, സാറിന് അങ്ങനെ ചാടാൻ പറ്റത്തില്ല. അപ്പം സാറിന്റെ കമാൻഡോ ഹൗസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചാടിക്കോളാൻ പറഞ്ഞു. അപ്പൊ ആള് ജസ്റ്റ് നേരെ ചാടുന്നു. ബോട്ടിലിടുന്ന എല്ലാവരും ഇതായിപ്പോയി, ഷോക്കായിപ്പോയി. ഇപ്പൊ ഇങ്ങനെ നടുകടലിൽ ചാടുന്ന നമുക്ക് അത്രയും കോൺഫിഡന്റ് ആയിരുന്നു, കാരണം ഇത്രയും കാര്യങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം. കടലിൽ ചാടാനായിട്ട് അങ്ങനെ ഇച്ചിരി പാടാത്, കാരണം നോർമലി നീന്തുന്ന ഒരാൾക്കൊരു നടുക്കടലിൽ പോയി ഒരു ബോട്ടിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടണമെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. കാരണം ഒന്നാമത്തെ കാര്യം വേവ്സ് ഉണ്ട്, നമ്മൾ അതിനകത്ത് ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ 1-2 വേവ്സ് വന്നുമ്പോൾ ഈ മൂക്കിലും വായിലൊക്കെ വെള്ളം കയറും. അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ചാടാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ആള് ചാടി. എന്നിട്ട് അതിനുശേഷം പുള്ളി തിരിച്ച് ബോട്ടേ കയറി. വെള്ളത്തിൽ നിന്ന് ബോട്ടേ കയറുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. വെള്ളത്തിൽ പോയിട്ടുണ്ടോ? കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ ആള് വളരെ സിമ്പിൾ ആയിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ആളോട് ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, ഞാൻ ആ വീഡിയോ എഡിറ്റ് സമയത്ത് ശ്രദ്ധിച്ചു, ആൾക്ക് ഭയങ്കര ഫിസിക്കാണല്ലേ, ഭയങ്കര അടിപൊളി ഫിസിക്കാ. അപ്പൊ ആപ്സ് ഒക്കെ വിസിബിളാ വിത്ത് ഷർട്ട്. അപ്പൊ ഞാൻ ചുമ്മാ അതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, എനിക്ക് ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ട്വിറ്റർ ഞാൻ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല, ചുമ്മാ ഞാൻ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആദ്യമായിട്ട് എൻ്റെ ട്വീറ്റ്സ് ആണെങ്കിൽ 4000-5000 പേര് റീട്വീറ്റ് ചെയ്തു. അതിനകത്ത് ഒരാളാണ് നമ്മുടെ, ആളുടെ പേര് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ബോക്സിങ്ങിലെ ഒരു പേര് പറഞ്ഞു, റിയലി സോറി. ആളത് റീട്വീറ്റ് ചെയ്തു. ആ ഫോട്ടോ, നമ്മളെടുത്ത ഫോട്ടോ ആണ് ആക്ച്വലി അങ്ങനെ റീട്വീറ്റ് ചെയ്തു പോയത്. എനിക്ക് അത്രയും ഹെൽത്തും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ സെബിന്റെ വീട് ഒരു ചെറിയൊരു കുട്ടി മൃഗശാലയാണ്, ഇവിടെ ഇല്ലാത്ത മൃഗങ്ങളൊന്നും ഇല്ല. ഈ കോണ്ടന്റ് കൂടെ ഇവരൊക്കെ ജോയിൻ ചെയ്താണോ അതോ ചെറുപ്പം മുതലേ മൃഗങ്ങൾ ഒത്തിരി ഇഷ്ടമുണ്ട്? നമുക്ക് എനിക്ക് കൊച്ചിലെ തൊട്ട് വീട്ടിൽ ലവ് ബേർഡ്സ് ഒക്കെ, മീൻ, ഗപ്പി വളർത്തൽ, എല്ലാവരെയും പോലെ ഗപ്പി വളർത്തല്, ഗോൾഡ് ഫിഷ് വളർത്തല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ ഫിഷിങ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഷിങ്ങിനാണ്. ഞങ്ങളൊരു ഫിഷിംഗ് ട്രിപ്പിന് പോകുന്ന സമയത്താണ് ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആ സമയത്ത് മാൽപ്പയിലാണ്, മാൽപ്പേ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഉടുപ്പിയിലുള്ളൊരു ഐലൻഡിൽ താമസിച്ച് ഞങ്ങൾ 3 ദിവസം അവിടെ താമസിച്ച് മീൻ പിടിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്ന പറയുന്നത് ന്യൂസിലൊക്കെ ഇങ്ങനെ ഒരു കോവിഡ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്, നാട്ടിലൊക്കെ ലോക്ക്ഡൌൺ ഒക്കെയാണെന്നാ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചുമ്മാ ന്യൂസിൽ അങ്ങനെ പറയുന്നു. പക്ഷെ നാട്ടിൽ വന്നപ്പോഴേക്കും സിറ്റുവേഷൻ ഭയങ്കര, എല്ലായിടത്തും ഭയങ്കര ചെക്കിങ്. തിരിച്ച് വീട്ടിൽ വന്നു. നെക്സ്റ്റ് എനിക്ക് 2 ഡേയ്സ് കഴിയുമ്പോഴേക്കും ക്വാറന്റൈൻ ആയി. അപ്പൊ അങ്ങനെ വീട്ടിൽ ചുമ്മാ മീൻ പിടിക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാനും പപ്പയും കൂടെ തൊട്ടപ്പുറം ഒരു കുളം ഞങ്ങൾ ഓർത്ത് ചുമ്മാ ഇരിക്കുമല്ലോ, ഒരു കുളം കുഴിക്കാം. അത് വീഡിയോയ്ക്ക് വേണ്ടി കുഴിച്ചല്ല. എന്നിട്ട് അതിന് ശേഷം പിന്നെ അത് വീഡിയോ എടുത്തപ്പോഴേക്കും അതിന് ഭയങ്കര റീച്ച് ആയി. 3 മില്യൺ 4 മില്യൺ കണ്ട വീഡിയോ പോയി. അപ്പൊ പിന്നെ അതിന്റെ ബാക്കി നെക്സ്റ്റ് അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ചിന്തിച്ചോളൂ ഈ സാധനം ഇനി എന്നാ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടുത്തെ കുളത്തിന്റെ ചുറ്റും ഒരു കൂടെ അങ്ങ് ഉണ്ടാക്കാം. അങ്ങനെ കൂടെ ഉണ്ടാക്കി അതിനകത്ത് ഒരു കിളീനെ മേടിച്ചു കിട്ടും. പിന്നെ 2 കിളിയായി. പിന്നെ കൂടെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പം നമ്മുടെ വീടിനേക്കാളും വലുതാ കൂട്. എത്ര ജീവികളുണ്ട്? അതിന് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് ഒരു 400 മേളില് ജീവികൾ എന്ന് പറയുമ്പോഴേക്കും ബേർഡ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് 400-450 ബേർഡ്സിന് മേളിലുണ്ട്. അരപ്പയ്മയുണ്ട്. അതൊന്നും കൂട്ടാതെ കേട്ടോ, എല്ലാം കൂടെ കൂട്ടി 500-600 ജീവികളെ. അതൊരു 10-70-80 കിലോ ആയിട്ടുണ്ട്. ഈ ഇപ്പൊ അരപ്പയ്മന്റെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ അരപ്പയ്മ ഫിഷിനെ കാണുന്നത് ബ്ലോഗിലൂടെയാ, സെബിന്റെ ബ്ലോഗിലൂടെ. അങ്ങനെ ഒരു മീനുണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയുന്നതൊക്കെ അതിലൂടെ. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വന്നത്. ഇത്രയും ട്രോളുകള് വിഷമാക്കോ അതോ
എങ്ങനെയാ അത് തമാശ രൂപം എടുക്കുമോ? എനിക്ക് അങ്ങനെ നമ്മളെ ഒരാള് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഞാനത് എപ്പോഴും സന്തോഷത്തോടെ കാണുന്ന ഇതാ. അതായത് നമ്മുടെ വെട്ടിയാറില്ലേ, ആറിലേക്ക് വീഡിയോസ് ഇല്ലേ, എനിക്ക് അത് കണ്ട് ഞങ്ങൾ തന്നെ ഇവിടുന്ന് കുറെ ചിരിച്ചാ. ആ രസമാണ് നമുക്ക് കാണാൻ, രസമല്ലേ? ഇപ്പൊ ലൈഫില് എല്ലാ ആൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ് ഒരു ബെറ്റർ ലൈഫ്, ഫാമിലി, സന്തോഷത്തോടെ ജീവിതം. ഇപ്പൊ എങ്ങനെയാ സെബി ഇതിന്റെ ഏറ്റവും ഹാപ്പി ഉള്ള ഒരു മൂമെന്റിലൂടെയാണോ കടന്നു പോകുന്നത്? അല്ല, ഇപ്പം കുറച്ച് സ്ട്രെസ്സും ഒക്കെ ഉള്ള സമയമാണ്, ടു ബി ഫ്രാങ്ക്. കാരണം നമുക്കൊരു IT റെയ്ഡൊക്കെ വന്നായിരുന്നു, IT-യുടെ റെയ്ഡൊക്കെ വന്നായിരുന്നു ഇവിടെ. അപ്പം അതിന്റെ കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സമയത്തൂടെയാണ് പോണേ. അപ്പൊ അത് തീരുന്നിടം വരെ, കാരണം എനിക്ക് ആ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു റെയ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു എന്താ പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒക്കെ പറയാം. ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, കാരണം വെറുതെ ഒരു വീഡിയോ ചെയ്യല്ല, ഇന്ന സ്ഥലത്ത് ഈ സമയത്ത് പോയി ഇന്ന രീതിയിലുള്ള ഫിഷിംഗ് ചെയ്യണം എന്നൊക്കെ. ഇനി ചെയ്യാൻ ആഗ്രഹിക്കണ ഒരു അടുത്ത നെക്സ്റ്റ് ഇനിയിപ്പോ ഞങ്ങൾ ഈ 27th US പോവാ, ഒരു 3 months ഉണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ നമുക്ക് പറ്റുന്ന, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേക്കും നമ്മള് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫ്രൈങ് പാൻ ടവറിലൊക്കെ പോയിട്ട് ഇത് ചെയ്തായിരുന്നു. കേട്ടിട്ടുണ്ടോ ഫ്രൈങ് പാൻ ടവർ? ഇല്ല, തലയെടുത്ത് അറിയാതിരിക്കുന്നത്. ഫ്രൈങ് പാൻ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു കടലിന്റെ നടുക്കുള്ള ഒരു ടവറാണ്. അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് സ്റ്റേ ചെയ്ത് 3 ദിവസം ഫിഷിങ് ചെയ്തായിരുന്നു. മോസ്റ്റ് ഡേഞ്ചറസ് ഹോട്ടൽസ് ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. മോസ്റ്റ് ഡേഞ്ചറസ് ഹോട്ടൽ ഇൻ ദ വേൾഡ് ആണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിച്ചത്. 4 ദിവസം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോഴേക്കും അവിടുത്തെ ഡിഫറെന്റ് സ്റ്റേറ്റിൽ പോയിട്ട്, ഓരോ സ്റ്റേറ്റിലും പോയിട്ട് ഓരോ ടൈപ്പ് മീനിനെ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ 27th പോവാം. സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ക്രൊക്കഡൈലിനെ പിടിക്കണം. അവിടെ ഫ്ലോറിഡയിലൊക്കെ ക്രൊക്കഡൈലിനെ പിടിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും ചാനലിൽ പുറകെ വരും. ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പാരന്റ്സിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ശരിക്കും പപ്പക്കും അമ്മക്കും എത്ര നല്ല മകനാണ് സെബി? ഞങ്ങൾ 3 ആമ്പിള്ളേരാണ്. ഞങ്ങൾ 3 ആമ്പിള്ളേരും പപ്പയ്ക്കും മമ്മിക്കും അവർക്കും ഞങ്ങളെ ഭയങ്കര കാര്യമാണ്, ഞങ്ങൾക്ക് അവരെയും ഭയങ്കര കാര്യമാണ്. അതായത് പപ്പയും മമ്മിയും ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഇനി അങ്ങോട്ടുള്ള സ്ട്രഗിള് ഞങ്ങൾക്കാണ്. അപ്പം അവരെ മാക്സിമം ഹാപ്പി ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതാണ് ഈ 3 പേരും. ഞങ്ങളെ കൊണ്ട് ഇതുവരെ അവർക്ക് വേറൊരു രീതിയിലുള്ള ഇവിടെ പുറത്തിറങ്ങി ചോദിച്ചാലും നമ്മളെ കൊണ്ട് ഒരു രീതിയിൽ അവർക്കൊരു ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിട്ടില്ല. അതൊരിക്കലും കേൾപ്പിക്കത്തുമില്ല നമ്മള്. നല്ല കുട്ടികളാണ്. അതെ അതെ. നോർമലി വീട്ടിലുണ്ടാകുന്ന അങ്ങനെ അല്ലാതെ ബാക്കി ഒരു കാര്യത്തിലും പേരൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് എനിക്ക് എന്റെ മമ്മിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അത് ഞാൻ വീട്ടിലെ ഇളയതും കൂടിയാണല്ലോ, എനിക്ക് മമ്മിയോട് ഭയങ്കര ഒരു, ഈ കൂട്ടത്തിലെ ഫാമിലിയിൽ ഏറ്റവും ചെറിയ കുട്ടി ആയതുള്ള ഒരു സ്നേഹം എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വരാനായിട്ടുള്ള കാര്യം തന്നെ. എന്റെ ഫാമിലി ഒന്ന് ആലോചിച്ച് നോക്കി, 30-20 എന്റെ കോഴ്സ് കഴിഞ്ഞ് MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് പറയുവാണെങ്കിൽ ഞാൻ യൂട്യൂബർ ആകാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ, ഞാൻ ഇനി കാനഡയ്ക്ക് പോകുന്നില്ല, അതിന്റെ ഡിസിഷൻ ആയിരുന്നല്ലോ. അപ്പൊ ഇവന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എത്തത്തില്ലല്ലോ. അപ്പൊ ഇവര് എന്നാ അവൻ അങ്ങനെ ചെയ്തോട്ടെ. അപ്പൊ എന്റെ ചേട്ടൻ മൂത്തയാളെ എഞ്ചിനീയറാണ്. അപ്പം ആളുടെ ഫീൽഡിലോടാണ് ഞാനും വരണ്ടേ. പക്ഷെ വേണ്ട, അവനൊന്ന് ചെയ്തോട്ടെ എന്ന് പറയാണ്ട് എന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പൊ അതുകൊണ്ട് അവരാണ് നമുക്കെല്ലാം. ഇപ്പം ഈ 6 വർഷത്തിനിടയിൽ ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കുഞ്ഞുമറി ഉണ്ടായത്. ഒരു ജീവിതത്തിന് 2 ഫേസ് ഉണ്ടെന്ന് പറയുന്ന ഒരു സാധനമാണത്. അപ്പം അവളുണ്ടായ മൊമെന്റും എനിക്ക് വേണമെങ്കിൽ പേസിങ് BC എന്നൊക്കെ പറഞ്ഞ പോലെ വേണമെങ്കിൽ പറയാം. കുഞ്ഞുമറി ഉണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായി കഴിഞ്ഞിട്ടും എന്ന് പറയാം. ഞാൻ ഫിഷിംഗ് ഫ്രീക്സിൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഹരിക്കുട്ടിന് സമ്മാനമായിട്ട് നൽകുന്ന ഒരു മീനുകുളവും പട്ടിക്കുട്ടിയൊക്കെയാണ്. ഇപ്പം ഹരിക്കുട്ടിന് എവിടെയാണ്? അവർ ഇവിടുന്ന് വീട് മാറിപ്പോയി ആക്ച്വലി. അതായത് അവർ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അവൻ ഉണ്ടാകുന്ന സമയം തൊട്ടേ എവിടെയാ എൻ്റെ ആ കുഞ്ഞിലത്തെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുശേഷം കുറെ ആൾ കഴിഞ്ഞപ്പോഴേക്കും അവർ വീട് സ്ഥലം മേടിച്ചു മാറി. പിന്നെ ആള് സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കരിയറിനെ അത് അഫക്ട് ചെയ്യും. പുള്ളിനെ സംബന്ധിച്ചപ്പം ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം വീഡിയോ എടുപ്പായിരിക്കും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ നമുക്ക് അവന്റെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെ പിള്ളേരെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലോ. ഈ ഫിഷിംഗ് ഫ്രീക്സ് ആണ്, അതിനെ മറികടക്കാൻ വേറൊരു ചാനൽ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. ചിലര് വീഡിയോസ് ഇടും, അല്ലെങ്കിൽ അതൊരു പകുതിക്കും സ്റ്റോപ്പ് ചെയ്ത് പോകും. എന്തുകൊണ്ടാണ് സെബിനെ പോലെ അത് എപ്പോഴും സക്സസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ ഫാമിലിയാണ് എന്റെ സപ്പോർട്ട്, ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്. അതായത് അവരെപ്പോഴും എനിക്ക് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വൈഫ്, ഞാൻ പറഞ്ഞില്ല, അവളെ നേഴ്സായിരുന്നു.
അപ്പോൾ അവളിപ്പോൾ ആക്ച്വലി റിസൈൻ ചെയ്തു പുള്ളിക്കാരി. ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോൾ ചിലപ്പം കാണുന്ന പ്രേക്ഷകർക്ക് കണക്ട് ആവുമെന്ന് അറിയില്ല. ഈ ഫിഷ്, ഈ പറഞ്ഞ ചൂണ്ടയിടൽ, ഇതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നുണ്ടോ ശരിക്കും? അതെ, അത് എനിക്ക് മാത്രമല്ല, ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നൊരു ഹോബിയാണ് ഫിഷിങ്. ഫിഷിങ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നൊരു കോമൺ ഹോബിയാണ് ഫിഷിങ്. അപ്പോൾ ചെയ്തിട്ടുണ്ടോ? പണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് ഈ പറഞ്ഞ തോർത്തൊക്കെ വെച്ചിട്ട് കൊച്ചിലെ അതെങ്ങനെയുണ്ട്? അത് പറഞ്ഞപ്പോൾ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അത് ഇനി ഒന്ന് ചെയ്ത് നോക്കിയാൽ. മീൻപിടുത്തം എന്ന് പറയുന്നത് അത് ആര് ചെയ്താലും ഇഷ്ടപ്പെടുന്ന ഒരു ഹോബിയാണ്. അതൊരിക്കലും മടുക്കത്തില്ല. ഇങ്ങനെ സിനിമയുടെ പ്രൊമോഷനായിട്ട് ഇങ്ങനെ സെലിബ്രിറ്റീസ് മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പജു വർഗീസ് ആയിക്കോട്ടെ, പെപ്പെ, ടൊവിനോ. അപ്പൊ ഇവരെല്ലാവരും ശരിക്കും വീഡിയോയുടെ ഭാഗമായിട്ടാണ് വന്നെങ്കിൽ പോലും ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഫിഷിങ്ങിലോട്ടാകും. പിന്നെ മീൻ പിടിക്കുക, മീൻ കിട്ടുക, ആ ഒരു സന്തോഷമാണ്. അപ്പൊ അത് ട്രൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. ഫിഷിങ് ഭയങ്കര രസമുള്ളൊരു ഹോബിയാണ്. എത്ര ചെയ്താലും മടുക്കത്തില്ല.